ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പാർലറിൽ പോയിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ എങ്ങനെ ഹെന്ന പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടനും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. എന്നാണ് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് മറക്കാതെ ചെയ്തേക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഗോദ്രേജിൻ്റെ നോബിൾ എന്നുള്ളൊരു എണ്ണ പൗഡറാണ്. മാർക്കറ്റിൽ പല കമ്പനീസിൻ്റെ എണ്ണ പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഏതാ കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വാങ്ങിക്കുക. ഹിമാലയ അങ്ങനെ പല കമ്പനീസിൻ്റെയും മറ്റേ എണ്ണ പൗഡർ ഉണ്ട്. അതിനേക്കാളും ഉപരി ഏറ്റവും ബെറ്റർ ആയതെന്ന് വെച്ചാൽ നമ്മൾ മൈലാഞ്ചി ഉണ്ടല്ലോ, മൈലാഞ്ചിയുടെ ഇല അത് ഉണക്കി പൊടിച്ചിട്ട് വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഹെന്ന കേട്ടോ. കാരണം അത് 4 മണിക്കൂറൊക്കെ സെറ്റാക്കി വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. കടുപ്പത്തിൽ തിളപ്പിച്ച ചായപ്പൊടി വെള്ളത്തേക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂ ഇടുകയാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ മുടിക്ക് നല്ലതായതുകൊണ്ട് തന്നെ ഞാനൊരു 5-6 ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, നിർബന്ധമില്ല ചെമ്പരത്തിപ്പൂ വേണമെന്നുള്ളത്. പിന്നെ നോബറിൻ്റെ ഹെന്ന പൗഡർ എടുത്തിട്ട് ഒരു വലിയ പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. അമ്മയ്ക്കും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വലിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായപ്പൊടികളാണ്, അതിൽ പഞ്ചസാര ഇടരുത് കേട്ടോ. ചായപ്പൊടിയും പിന്നെ വെള്ളവും മാത്രം. പിന്നെ ഞാൻ മറ്റേ ഇത് ഇട്ടിട്ടുണ്ട്, എന്താ ചെമ്പരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരൊറ്റയടിക്ക് തന്നെ എല്ലാം കൂടി ഒഴിക്കരുത്. കുറച്ചായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ചൂടാറിയതിന് ശേഷം വേണം ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയമെടുത്ത് തന്നെ നിങ്ങൾ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ആവണം. അതിൻ്റെ കട്ടയൊന്നും വരരുത്, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആദ്യം കട്ട പോലെ കിട്ടും, പക്ഷേ അതൊക്കെ നല്ലോണം ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. ആ 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഹെന്ന. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ അത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തെടുക്കണുള്ളൂ കേട്ടോ. ഒരു 4-4.5 മണിക്കൂർ ഞാൻ ഹെന്ന ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തെടുത്തു. തലയിൽ തേക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യണത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മഞ്ഞയും കൂടി ആഡ് ചെയ്യുക, പക്ഷേ എനിക്ക് മഞ്ഞ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ള മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അത് ഒരു മുട്ട മൊത്തം വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളയോ മഞ്ഞയോ ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ വെള്ളം മാത്രമേ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാൻ തൈര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2-3 സ്പൂണ് തൈര് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെന്ന സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളത് തലയിൽ തേക്കണം.
നമ്മൾ ഹെന്ന ഉപയോഗിക്കണം കൊണ്ടുള്ള മെയിൻ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് കുറച്ച് പരിഹാരം ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിൽ കുറച്ച് കുറയും. അതുപോലെ ഈ നരച്ച മുടി ഉള്ളവരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ കളറൊന്ന് ചേഞ്ച് ആവാൻ സാധിക്കും. ഒരു ബ്രൗൺ കളറൊക്കെ ആക്കാൻ പറ്റും മുടിനെ. ആ വെള്ള നിറം മാറിയിട്ട് ബ്രൗൺ കളർ ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ ഈ ഹെന്ന യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, നമ്മളൊരു വാസ്ലിൻ, അതായത് പെട്രോളിയം ജെല്ലി ഉണ്ടല്ലോ, അതൊന്ന് കയ്യിലിക്കരുത്. അതുപോലെ തന്നെ ഒരു ടവല്, പിന്നെ എന്താ വെച്ചാൽ ഗ്ലൗസ്, ബ്രഷ് ഒക്കെ ഉണ്ട്. ഞാൻ ബ്രഷ് എടുക്കുന്നില്ല, ഞാൻ ഗ്ലൗസ് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഷ് അവസാനം വേണമെങ്കിൽ എടുക്കാം. എനിക്ക് കൈ കൊണ്ട് ചെയ്യണതാണ് ഇഷ്ടം കേട്ടോ. കയ്യിലൊക്കെ മഞ്ഞ കളറാവില്ലേ, അതെനിക്കിഷ്ടമാണ്. അതിൻ്റെ സ്മെല്ലും ആ സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് എടുത്തിട്ടില്ല. പിന്നെ പെട്രോളിയം ജെല്ലി, വാസ്ലൈൻ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്തൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെറ്റിയിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു പൊടി ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ആവാതിരിക്കാൻ, സ്കിന്നിലേക്ക് ആ കളറ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, ഒരു ബേസായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകണം. ആദ്യം മുന്നേ നമ്മുടെ ഹെയറിലത്തെ ജട നന്നായിട്ട് കളയണം കേട്ടോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വാസ്ലിൻ തേക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ ആയിരിക്കും അധികം ആവാൻ ചാൻസ് കൂടുതൽ, ഈ ഏരിയയൊക്കെ. എന്നിട്ട് ഇങ്ങനെ മഞ്ഞ കളറാവും. എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? അതേപോലെ ഈ ചെവിയുടെ അവിടെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലും എല്ലാം തേച്ച് കൊടുക്കണം നമുക്ക്. ഓക്കെ, ഒരുവിധം തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ടോ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വല്ല പഴയ ടീഷർട്ടോ അല്ലെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മളിങ്ങനെ കളറുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ വീണിട്ട് അത് കളർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഴയത് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാം. ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്തത്. എനിക്ക് കംഫർട്ടബിളും അതാണ്, എല്ലായിടത്തും എത്തും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ വെച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ഈ നെറുകുണ്ടല്ലോ, നെറുകുണ്ട് കുറച്ച് മുടി, ആദ്യം കുറച്ച് മുടി എടുത്തിട്ട് കുറച്ച് പാർട്ടീഷൻ ചെയ്തിട്ടെടുക്കണം കേട്ടോ. കുറച്ച് എണ്ണ എടുത്തിട്ട് ഇങ്ങനെ റൂട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. നമ്മൾ ഈ എടുത്ത മുടി മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ എടുക്കുന്ന മുടി മൊത്തം അപ്ലൈ ചെയ്യണേ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഷ്ടമാണെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ അവരെ വിളിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യും. എല്ലാവരും വരാത്തതുകൊണ്ടല്ലോ കേട്ടോ. നല്ല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരണേ. ഫുൾ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കാം. റോൾ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. എന്നാൽ അതവിടെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും, അത് അടർന്നു പോരൊന്നുമില്ല, സെറ്റായി തന്നെ ഇരിക്കും. ഇനി അതേപോലെ ഈ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ എടുക്കാം. ഇവിടെ നിന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നെപ്പോലെ ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ ഹെന്നയൊക്കെ ഇങ്ങനെ കയ്യിൽ പ്ലീ ഇതാക്കിയിട്ട് ഇങ്ങനെ കളറ് വന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കുറച്ച് കൂടുതൽ മുടി എടുക്കണ്ട കേട്ടോ. കുറച്ച് മുടി എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. എന്നാലാണ് അത് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ.
മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്തു കേട്ടോ. 2 സൈഡിലുമായിട്ട് നമ്മളൊരു പാർട്ടീഷൻ എടുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചുറ്റി എടുക്കുക. അപ്പോൾ അതിൻ്റെ ബണ്ണിൻ്റെ ഒന്നും റബ്ബർ ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഇതേപോലെ ഇരിക്കും, നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിയിരുന്നോളും. പിന്നെ ബാക്കിയാണതൊക്കെ നമ്മളതിൻ്റെ മുകളിൽ തേച്ചിട്ടേക്ക് തലയിലൊരു ചട്ടി കപത്തി ഫീലുണ്ട് എനിക്ക്. ഇങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഹെന്ന ബാക്കി വന്നതൊക്കെ നമ്മൾ എല്ലായിടത്തും മുടിയിൽ എല്ലായിടത്തും തേച്ച് കൊടുത്തു. ഇതൊരു 2 hours അത്ര വെച്ചാൽ മതിയായിരിക്കും കേട്ടോ തലയിൽ. കാരണം ഓരോരോ ഹെയറിനനുസരിച്ചിരിക്കും, ഉണങ്ങേണ്ട സമയത്തിനനുസരിച്ചിരിക്കും. നല്ല ലോങ് ഹെയറൊക്കെ ആണെങ്കിൽ കുറച്ച് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കുള്ളൂ. എന്നാലും മാക്സിമം 2 hours വെച്ചാൽ മതി നിങ്ങൾ തലയിൽ കേട്ടോ. കുറേ നേരമൊക്കെ വെച്ചിട്ട് നല്ല ജലദോഷമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ പുറത്തൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് നെറ്റിയുടെ ഭാഗത്തൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഇരുന്നാൽ ചിലപ്പോൾ കളർ വരും. പെട്രോൾ എഞ്ചിൻ തേച്ച് കൊടുക്കാൻ കാര്യമില്ല, ചിലപ്പോൾ കളർ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ സേഫ്റ്റിക്ക് തേച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ള് സെറ്റായി. നമ്മൾ ഗ്ലൗസ് ഇടാതെ ഹെഡ് യൂസ് ചെയ്താൽ ഈ കളിക്കിലിരിക്കും കൈ കേട്ടോ. കണ്ട, എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഹെന്ന അപ്ലൈ ചെയ്യണം കേട്ടോ തലയിൽ. അല്ലെങ്കിൽ ഇതാ കൈ അപ്പുറമൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഞാനിതൊരു 1 മണിക്കൂർ 1 hour 2 hour വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ റിസൾട്ട് എന്ന് കാണിക്കാം. നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഴിൽ ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം കുളിച്ച് വന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല ഷൈൻ ആയ പോലെയൊക്കെ തോന്നും. മുടി കുറച്ച് തിക്നെസ് വന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. നമുക്കിപ്പോൾ കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ഹെയറിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളർ വരില്ല കേട്ടോ. എന്നാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ കളറേ വരുള്ളൂ. അതുപോലെ തന്നെ ഇത് വൈറ്റ് ഹെയറിലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളറാവും കേട്ടോ. വൈറ്റ് ഹെയർ മാറിയിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ബൈ. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. പോണതിന് മുന്നേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.